ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയൻ ട്രിപ്പിലേറ്റ്സ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് കാക്കുവിൻ്റെ തറവാട്ടും വീട്ടിലാണ് കേട്ടോ, പാണക്കാട്ടിലെ വീട്ടിലാണ്. ഇവിടെ തന്നെ ഒരു എക്സ്പോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നാത്തൂന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും മാറ്റി ഇവിടെ റെഡി ആയി നിന്നിട്ടുണ്ട് കേട്ടോ. ഈ പച്ച ഡ്രസ്സ് ഇട്ടതിൻ്റെ വലിയ നാത്തൂനാണ് കേട്ടോ. താത്താൻ്റെ പേര് ഷെരീഫ എന്നാണ്. മാണൂർ കാട്ട കെട്ടിച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് ഇരിക്കുന്നത് എൻ്റെ കാക്കുവിൻ്റെ കാക്കയാണ് കേട്ടോ. അതായത് മൂത്തച്ഛനാണ്. പിന്നെ ഇത് എൻ്റെ ചെറിയ നാത്തൂന് കേട്ടോ, അതായത് കാക്കുവിൻ്റെ ചെറിയ പെങ്ങളാണ്. ഓളെ പേര് സീനത്ത് നിന്നാട്ടോ. ഓളെ ഇവിടെ പാറങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കെട്ടിച്ചുള്ളത്. ഓൾക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഇതാണ്ടാ കാക്കുവിൻ്റെ ഉമ്മാൻ്റെ പേര് ബിരിയാമു എന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതാക്കണം പാണക്കാട് എക്സ്പോയിൽ എത്തിയിട്ടുണ്ട്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു എക്സ്പോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വേണ്ട അതിലേക്ക് കയറാൻ. അപ്പോൾ ഇതാക്കണം എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കാണ് നടക്കാൻ കേട്ടോ. മക്കൾക്ക് ഈ പച്ച പർവ്വതാനൊക്കെ വിരിച്ചിന കണ്ടപ്പോൾ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചാൻ തുടങ്ങിയിട്ടോ. എല്ലാവരും വണ്ടി കളിച്ചിട്ടുണ്ട്. ഏകദേശം നാത്തുമാരെ കുട്ടികളൊക്കെ നമ്മൾ ഈ കുട്ടികളെ പ്രായം തന്നെയുള്ള കുട്ടികളാണ് കേട്ടോ. എല്ലാവർക്കും 2, 1, 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. മൂത്തച്ഛൻ്റെ വീട്ടിലാണ് വാറ്റിലുണ്ടായതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റിന് ഒരുപാട് വില ഒന്നുമില്ല, 30 രൂപയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം കാണാനുള്ളത് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് കാണാനുള്ള എക്സ്പോ അല്ല അത്. ഇതുപോലെ ഓരോ മീൻ, പല ഐറ്റം മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ പേരൊന്നും പോലും മുകളിലൊന്നും എഴുതിയിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പല ഐറ്റം മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ മീ പറഞ്ഞിക്കാണ്ട് എല്ലാവരും കണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു പക്ഷിയുടെ സൗണ്ട് കേട്ടിട്ടോ. അതാ വലിയൊരു തത്ത ഉണ്ടല്ലോ, പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയ തത്തൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ആ മീനുകളെ കണ്ടിട്ട് മീ പറഞ്ഞിക്കാണ്ട് എല്ലാവരും ഇങ്ങനെ അതന്നെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് മീനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു തരത്തിലുള്ള മീനാണ് ഉള്ളത്. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മീനാണ്. ഇത് വലിയൊരു മീനാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മീനാണിത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും അതുപോലെ താത്തിയും എല്ലാവരും ഫോട്ടോ എടുക്കണ ഒരു തിരക്കിലൊക്കെയാണ് കേട്ടോ. ഒരാളെ ഞാനും എടുത്തു, ഒരാളെ കാക്കും എടുത്തു, അതുപോലെ ഒരാളെ എൻ്റെ മൂത്തച്ഛനും എടുത്ത് കാണാൻ നിൽക്കുകയാണ്. ഓൾക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഓൾക്ക് കാണാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഓലെ 3 ആൾ എടുത്തുകാണ്ടാട്ടോ കാണിച്ചു കൊടുക്കുന്നത്. നേരത്തെ വലിയൊരു സൗണ്ട് കേട്ടുവാണില്ല, അത് ഈ ഒരു തത്തൻ്റെ സൗണ്ടാണ് കേട്ടോ. നല്ല സംസാരിക്കുന്ന ഒരു തത്തയാണ്. അതിനെ കണ്ടപ്പോൾ താത്ത അറിഞ്ഞു കേട്ടോ. പിന്നെയാണ് അത് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലായത് കേട്ടോ. ഇപ്പോൾ കാണട്ടെ താത്തി ഇമ്മി എല്ലാവരും അതിനോട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പക്ഷികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അപ്പം മക്കൾ കിളി അറിഞ്ഞിട്ടാണ് നിൽക്കുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലൊരു പാമ്പ് ഉണ്ടായിരുന്നു. അതിന് പേരെന്താണെന്ന് വെച്ചറിയില്ല, അതുപോലെ എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ എഴുതിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു തരാനും ഓല് എഴുതാത്ത കാരണം നമുക്കറിയില്ല കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് മുയൽ, അതുപോലെ കാറ്റ്, പൂച്ചാൾ, അത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയൊരു ഇത് തോന്നിയില്ല, കാരണം വെച്ചാൽ നമ്മൾ വേറെ എക്സ്പോയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മക്കളെ റിയാക്ഷൻ ആയിരുന്നു, അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ഫൈസ് പറയുന്നത്
ഒരു കിളി ആടാ എത്തണത് അവരാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐഷ ഞാൻ കണ്ടു. ഐഷ 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 എവിടെ കിളി എവിടെ കിളി ഇതിന്റെ വലിയ നാത്തൂൻ്റെ ചെറിയ മോളാണ് കേട്ടോ. നോക്കിപ്പോൾ ഒരു 1.5 വയസ്സായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുതിര ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ കുതിരൻ്റെ മുകളിൽ കയറ്റിക്കാണ്ട് ഓടിക്കാൻ പറ്റും. ഇവിടെ അമ്പ പൈസ അമ്പ കുതിരനെ കണ്ടിക്കാണ്ട് പോലെ അമ്പ അമ്പാന്ന് പറയുന്നു കേട്ടോ. നമ്മൾ കുതിരൻ്റെ മുകളിലൊന്നും കയറാൻ നിന്നില്ല, അല്ല ഞങ്ങൾക്കൊക്കെ പേടിയാണ്. പിന്നെ മക്കളെ കയറ്റാനും പറ്റൂലല്ലോ. ഇതുപോലെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 50 രൂപക്ക് 6 റിങ്ങാണ് ഇതിലുള്ളത്. അതെല്ലാവരും ഓരോരുത്തരായിട്ട് ഇട്ടു കേട്ടോ. പക്ഷെ ആർക്കും കിട്ടിയില്ല. താത്താൻ്റെ ഏകദേശം ഒന്ന് ക്ലിയറായി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. സാധനം ആർക്കും കിട്ടിയില്ല. ചെറിയ നാത്തുവിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. ഓക്കെ 6.5 മാസമായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരുപാട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുപോലെ പാനിപ്പൂരി കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം പാനിപ്പൂരി കഴിക്കണമെന്ന്. നമ്മൾ ഈ ഫോണിലൊക്കെ കാണുന്നതല്ലേ പാനിപ്പൂരി കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്ന് കഴിച്ചു കേട്ടോ. വല്ലാതെ എക്സ്പ്രഷനൊന്നും വാരി ഇടുന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ലേനു കേട്ടോ. അപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തു. അവരൊന്നും ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും കുറച്ചിച്ച് അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാക്കുവിനോടൊന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾ ഇതാക്കണു. മൂത്താപ്പാൻ്റെ വെൽത്താലം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇതിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. എന്താണെന്നല്ലേ, തോണിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ തോണിയിൽ കയറണമെന്ന്. എല്ലാവരും നല്ല സാറായിക്കാണ് കുട്ടികളെയും മക്കളെയും കൊണ്ടൊക്കെ തോണിയിൽ കയറിയതിന് ശേഷം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, ഇമ്മ പറഞ്ഞു ആ സൗണ്ട് ഇത് സ്പീഡൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെയാണ് സ്പീഡ് ഒരുങ്ങനെ കുറച്ച് കൂട്ടി. തന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതാണ് പേടി. എടുക്കുന്നുണ്ട് അവിടുത്തെ നമ്മളടുത്തന്നെ ആള് തിരിച്ചിന്റെ കുട്ടിനെ പിടിച്ചിട്ടാ ഇമ്മ തൊരാതെ വേലയിലോടി. കാക്കൊക്കെ അവിടെ നേരെ കാക്കു നോക്കണൊക്കെ തോണിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുട്ടികളെതാക്കണം ഇങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് ഒന്ന് കയറ്റി കൊടുത്തു കേട്ടോ. ഇത് റിമോട്ട് കൺട്രോളിൻ്റെ ആണ്. ഒരു രണ്ട് ചെറിയ കുട്ടികൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു കുറേ പറഞ്ഞു താത്ത കയറ്റി കുട്ടികളെ കയറ്റി കൊടുക്കുക 50 ഉറുപ്പികയുള്ള 2 റൗണ്ടിന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണൊന്ന് പാവല്ലേ വിചാരിച്ചാണ് കയറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ റൈനുവിനെയും ഫൈസൂനെയും ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഫൈസൂനെയും ചെറിയ നാത്തുവിൻ്റെ വലിയ മോനും കയറ്റി കേട്ടോ. ആവശ്യത്തിന് കുറേ ഇരുത്താൻ നോക്കിയപ്പോൾ ഓൾ ഭയങ്കര നൊലോളിട്ടോ. പിന്നെ വേണ്ടാന്ന് വെച്ചു. വലിയ എക്സ്പീരിയൻസ് പറയണത് ആ തോണിയിൽ കയറിയതാട്ടോ. നല്ലൊരു നമുക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷെ മക്കളുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നല്ല പേടിയായിരുന്നു കേട്ടോ. ഒരു വട്ടം കൈയൊന്ന് വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പിന്നെ കൈ വിട്ടാൽ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ആവോ എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചും താത്താക്കൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും പേടി അതിനെ കേട്ടോ. എല്ലാവരും എടുത്ത് ഇതേപോലെ ചെറിയ കുട്ടികളാണുള്ളത്. പിന്നെ കുട്ടികളെ വെച്ചിക്കാണ്ട് നമ്മൾ മാത്രം പോവാൻ വേറെ ആരും ഇല്ല. കുട്ടികളെ കുടിച്ചാലും ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും കയറാനും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും കുട്ടികളെയും കൊണ്ട് കയറാമെന്ന് വിചാരിച്ചിക്കാണ്ട് അങ്ങനെ കയറിയതേനു കേട്ടോ. കുറച്ചായപ്പോൾ തന്നെ പിന്നെ താത്താൻ്റെ വലിയ മോള് പെരുന്നൊലോളി. ഓക്ക് ഭയങ്കര പേടിയായി.
ഓൾ കുറച്ച് പൊടി അടിച്ച കുട്ടി ആയതുകൊണ്ട് തന്നെ ഓൾക്ക് പേടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ വണ്ടി വേഗം നിർത്താൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ മക്കൾക്ക് ഇതുപോലെ ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വോയിസ് കൊടുക്കുമ്പോൾ കുട്ടികളെ സൗണ്ട് ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് മ്യൂട്ടാക്കി കൊടുത്താൽ വീഡിയോ കാണാൻ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.